5 പൈസ കറണ്ട് ബില്ല് കൊടുക്കണ്ട. കൂട്ടുകാരെ, നമ്മളിപ്പം കാസർഗോഡ് നമ്മുടെ ഷാഹുൽ ഹമീദ് മാസ്റ്ററുടെ വീട്ടിലാണുള്ളത്. മാസ്റ്ററെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഹീറ്റർ സിസ്റ്റമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ സോളാർ വാട്ടർ ഹീറ്റർ, സാധാരണ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്ററൊക്കെയാണ് സംഭവം. ഇതൊരു ഹീറ്ററാണ്. ഈ ഹീറ്ററിനകത്ത് നമ്മൾ ദാണ്ടെ ഇന്നും ഔട്ട് പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചൂടുവെള്ളം വന്ന് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം വന്നിട്ട് പൈപ്പ് വന്നിട്ട് തിരിച്ച് ഒരു പൈപ്പ് പോകുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാ ബാത്റൂമിലും കയറി ഇറങ്ങുന്നുണ്ട്. നല്ല ചൂടുവെള്ളമാണ്. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പം ഇവർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു 6-7 മണി വരെ, അദ്ദേഹം തന്നെ അത് പറയും, 6-7 മണി വരെ ഇവർക്ക് ചൂടുവെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. 5 പൈസ കറണ്ട് ബില്ല് കൊടുക്കണ്ട. ഇതുപോലെ കുറച്ച് മരക്കുറ്റികൾ മാത്രം എടുത്ത് വെച്ചാൽ മതി. ചൂടുള്ള സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് 120 ലിറ്ററോളം വെള്ളം ഉൾക്കൊള്ളാവുന്ന ഒരു ചെമ്പ് പാത്രമാണ് ഇതിനകത്തുള്ളത്. വാങ്ങുന്നത് ഈ ഭാഗത്ത് കർണാടകയിലെ പുത്തൂറാണ്. ദക്ഷിണ കന്നഡയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ് ഇത് ഫേമസ് ആയിട്ട് ഇത് വിൽക്കപ്പെടുന്ന കട. ധാരാളം കടകളുണ്ട്, അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ഇതിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഒരു ഇന്ന് കൊണ്ടുവരും, പിന്നെ അത് നേരെ അതിലേക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു ഔട്ടും. ഇത് ഈ വീട്ടിലിപ്പോൾ 7 ബാത്റൂമുകളുണ്ട്. ഇത് സന്ധ്യാസമയത്ത് ഒരു 6 മണി സമയത്ത് ഇതിലേക്ക് തീ വെച്ചാൽ, ഒരു മര കഷ്ണം കൂടി വെച്ചാൽ ഏകദേശം രാവിലെ വരെ ഇത് ചൂട് നിൽക്കും. അതിന് പ്രധാന കാരണം ഈ ചെമ്പ് അകത്ത് വെച്ച് അതിനുശേഷം അതിൻ്റെ ഇടയിൽ മൊത്തം പിന്നെ കുപ്പിച്ചില്ലുകളാണ് നിറച്ചിട്ടുള്ളത് മൊത്തം. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇഷ്ടിക ഉള്ളത്. ഇഷ്ടിക കൊണ്ട് ഇത് കവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുക പോകാൻ വേണ്ടി ഒരു കോയിലും കൂടി പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കോയിലൊന്ന് ക്ലീൻ ചെയ്യണം. പുക അതിൽ നിറഞ്ഞാൽ പെട്ടെന്നില്ലെങ്കിൽ തീ ഒരു മന്ദഗതിയിലായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾക്കൊക്കെ ഈ ഭാഗത്തുള്ളവർക്ക് ഇഷ്ടംപോലെ തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തോട്ടത്തിൻ്റെ കവുങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, പിന്നെ എൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 12 ഏക്കറോളം കാട് തന്നെയുണ്ട് ഇഷ്ടംപോലെ. ഞാനിവിടെ കാട് സംരക്ഷിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ധാരാളം ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്താൽ ആവശ്യമുള്ളത് പോലെ, അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും, ഇപ്പോൾ ചിലപ്പോൾ സോളാറാണെങ്കിലും മഴക്കാലത്ത് അത്ര കിട്ടില്ല. ഇത് മഴക്കാലത്തും വേനൽക്കാലത്തും. അതേപോലെ തേങ്ങയുടെ ചെപ്പ്, തൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ബില്ലോ ഇതോ ഇല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഇല്ലായ്മ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റർ സിസ്റ്റം, ഇതൊന്നും ആവശ്യമില്ല. കുറേ വർഷങ്ങളായി പിന്നെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. എൻ്റെ ഫാമിലിയിൽ ഏകദേശം എല്ലാ വീടുകളും ഈ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് കറണ്ട് ബില്ല് നന്നായിട്ട് കൂടും. അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് നല്ലതുപോലെ കുറയ്ക്കാനൊക്കെ സാധ്യമാകും. അത് കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ അടിയിലൊന്ന് കൈയിട്ടൊന്ന് കൊട്ടി നോക്കിയായിരുന്നു കേട്ടോ. ഒരു ചെമ്പ് പാത്രമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ കുപ്പിച്ചില്ല് കൊണ്ട് നിറച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുപ്പിച്ചില്ല്, കുപ്പി ഗ്ലാസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. പിന്നെ ഇഷ്ടിക. നമ്മുടെ മാസ്റ്റർ എല്ലാ ദിവസവും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇത് കത്തിച്ചിടും. ദിവസവും കത്തിച്ചിടും. ഇവർക്ക് രാവിലെ ഒരു 6-7 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ചൂടുവെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 120 ലിറ്റർ വെള്ളം കിട്ടത്തില്ലേ. അപ്പോൾ അത്യാവശ്യത്തിന് എല്ലാവർക്കും നല്ല ചൂടുവെള്ളം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. 1-2 വർഷത്തെ അല്ല, വർഷങ്ങൾ കൊണ്ട് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലം കണ്ടാലറിയാം, ഇന്നോ ഇന്നലെ കിട്ടിയതല്ല, വർഷങ്ങൾ കൊണ്ട് ചെയ്തതാണ്. സോളാർ വാട്ടർ ഹീറ്റർ വെച്ചതിൻ്റെ പേരിൽ ഒരുപാട് തെറിവിളി കേട്ടതാണ് ഞാൻ. ചൂടുവെള്ളം സമയത്ത് കിട്ടുന്നില്ല, വെളുപ്പിനൊക്കെ ചൂടുവെള്ളം കിട്ടുന്നില്ല, പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് വെള്ളം കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള സിസ്റ്റം നമ്മുടെ നാട്ടുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കണം. അപ്പോൾ നമുക്കും കറണ്ട് ബില്ലൊക്കെ ലാഭിച്ച് നല്ലതുപോലെ ആവശ്യമുള്ളപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചൂടുവെള്ളത്തിൽ ചായ ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഇത് നല്ലൊരു അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഫാമിലി, ഫ്രണ്ട്സിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും വിടവാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം വൈറൽ മാന്യ.